പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്കമാലിയിൽ നിന്ന് കാലടി വഴി പെരുമ്പാവൂർക്ക് പോകുന്ന സമയത്ത് കാലടി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ടുള്ള ശ്രീശങ്കരാചാര്യരുടെ സ്തൂപമുണ്ട്, ആദിശങ്കരൻ്റെ സ്തൂപം. അതിൻ്റെ മുൻപിലായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുനിൽ പാടത്തുപറമ്പിൽ, ആളുടെ വീട് പാലശ്ശേരിയിലാണ്, ഒരു അന്നദാന കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ പോകുന്ന അയ്യപ്പന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇന്നാണത് ഓപ്പൺ ചെയ്തത്. ഈ മണ്ഡലകാലം തീരുന്നവരെ എല്ലാ ദിവസവും 24 മണിക്കൂറും അതിലെ പോകുന്ന അയ്യപ്പന്മാർക്ക്, അതിലെ കാൽനടയായിട്ട് പോകുന്ന ആളുകളുണ്ട്, വണ്ടിയിൽ പോകുന്ന ആളുകളുണ്ട്, അങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും അവിടെ കയറി സൗജന്യമായിട്ട് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെയുള്ള ഒരു അന്നദാന കൗണ്ടർ പാലക്കാട് ഹൈവേയിൽ സുനിൽ ഭായിയുടെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ വിജയകരമായിട്ടത് 41 ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അന്നദാനം മഹാദാനം എന്നാണ് നമ്മൾ പറയുന്നത്. അന്നദാന പരിപാടിയുടെ ഭാഗമാവണമെന്ന് പറഞ്ഞ് സുനിൽ ഭായി കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പറ്റാവുന്ന സഹകരണം ഉണ്ടാവണം, പറ്റാവുന്ന സുഹൃത്തുക്കളെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞു. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളെ ഈ വിവരം അറിയിക്കുകയും അവർ അവിടേക്കുള്ള സഹായം എത്തിക്കാമെന്ന് വാഗ്ദാനം നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന വലിയ ഒരു പ്രോഗ്രാമാണ്. ഏകദേശം 3000 മുതൽ 5000 വരെയുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു ദിവസം ഭക്ഷണം തയ്യാറാക്കി നൽകേണ്ടി വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഇത്രയും വലിയ രീതിയിൽ ഇത്രയും ദിവസങ്ങൾ തുടർച്ചയായിട്ട് അന്നദാനം നടത്തണമെങ്കിൽ അതിൽ വലിയ രീതിയിലുള്ള ചിലവ് വരുന്നുണ്ട്. മഞ്ഞപ്ര, തുറവൂർ, അങ്കമാലി, കാലടി, കാഞ്ഞൂർ, പെരുമ്പാവൂർ, മലയാറ്റൂർ, ഇങ്ങനെ കാലടിയെ ചുറ്റിപ്പറ്റി കിടക്കുന്ന പ്രദേശങ്ങളിലുള്ള ഈ വീഡിയോ കാണുന്ന ആളുകൾ ജാതി മത ഭേദവ്യത്യാസമില്ലാതെ നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന എന്തെങ്കിലും ചെറിയ സഹായം അവിടേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. സാമ്പത്തികമായിട്ട് ഒരു സഹായവും സ്വീകരിക്കുന്നില്ല, സാമ്പത്തികമായിട്ടൊരു സഹായവും ആവശ്യപ്പെടരുത് എന്ന് പ്രത്യേകം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള സഹായമല്ല പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, അരിയായിട്ടോ പച്ചക്കറി പഴവർഗ്ഗങ്ങളായിട്ടോ എന്തെങ്കിലും പലവ്യഞ്ജനങ്ങളായിട്ടോ, മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, അങ്ങനെ എന്തെങ്കിലും ഒരു 100 ഗ്രാമിൻ്റെങ്കിലും ഒരു ചെറിയ സാമ്പാർ പൊടിയുടെ പാക്കറ്റ് വാങ്ങി അങ്ങോട്ട് കൊടുത്താലും അതൊരു വലിയ അനുഗ്രഹമാണ് അവരെ സംബന്ധിച്ച്. നിരവധി ആളുകൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് അവിടേക്ക് വലിയൊരു കോൺട്രിബ്യൂഷനായിട്ട് അവർ കിട്ടും. അവിടുത്തെ കാര്യങ്ങൾ സുഗമമായിട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. ഈ അന്നദാന കൗണ്ടറിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലുള്ള വീടുകളിലുള്ള ആളുകളൊക്കെ നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ എത്ര ചെറുതാണെന്നുണ്ടെങ്കിലും അവിടേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ അങ്ങോട്ട് വാങ്ങിക്കൊടുക്കാനായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഈ അന്നദാന കൗണ്ടറിൽ സഹായത്തിനായിട്ട് നിങ്ങൾക്ക് ചെല്ലാം. അവിടെ ചെന്നിട്ട് അവിടെ ഭക്ഷണം പാകം ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് സഹായിക്കാൻ നിൽക്കാം, ഭക്ഷണം വിളമ്പി കൊടുക്കാനായിട്ട് സഹായിക്കാൻ നിൽക്കാം. കാരണം ഇത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന, ഇന്ന് മുതൽ മണ്ഡലകാലം തീരുന്നവരെയുള്ള എല്ലാ ദിവസവും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു അന്നദാന കൗണ്ടറാണ്. ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ഒക്കെ സഹകരണം അത് എത്ര ചെറുതാണെങ്കിൽ കൂടിയും ഈ ഒരു അന്നദാന കൗണ്ടറിലേക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് സുനിൽ ഭായിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന ആളുകൾ സുനിൽ ഭായിനെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന സഹായം അത് എത്ര ചെറുതാണെന്നുണ്ടെങ്കിലും ഈ അന്നദാന കൗണ്ടറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹകരിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.